ഇത് അശ്വതി കാവുതീണ്ടൽ എന്ന് പറയും. ഈ അശ്വതി കാവുതീണ്ടലിന് മുമ്പായിട്ടാണ് ആ നാടായ നാട് മുഴുവൻ പുലയ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളും ഏറെക്കുറെ പാലക്കാടൻ ഭാഗത്തുള്ള ഇഴ വിഭാഗവും ഉണ്ട് എന്ന് അറിയുന്നു. മറ്റ് SC കാസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഈ അരിവാൾ പോലത്തെയുള്ള ഒരു വാള്, അതിൻ്റെ കൂടെ തന്നെ വലിയ ദണ്ടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങൾ എന്നിവ കൊണ്ടിട്ട് ശരീരം തല്ലി രക്തം വരുത്തുകയും പൂര തെറി വിളിച്ച് നാടായ നാട് മുഴുവൻ ഭീതി പരത്തി നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇതിൻ്റെ ലോജിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആചാരം എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് നമ്മൾ ചരിത്രപരമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ, ബുദ്ധന്മാരെ ഓടിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു വളരെ വലിയ ഒരു സായുധ വിപ്ലവം അല്ലെങ്കിൽ ഒരു സായുധ യുദ്ധം തന്നെയായിരുന്നു ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അശ്വതി കാവുതീണ്ടൽ സമയം, അതായത് ബൗദ്ധന്മാർ ഈ കൊടുങ്ങല്ലൂർ കാവ് കീഴടക്കിയ സാഹചര്യത്തിൽ ഈ പുലയ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ വടികൊണ്ട് അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കി തെറി വിളിച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് തല തല്ലി രക്തം വരുത്തി ഈ ബൗദ്ധരെ ഇവിടുന്ന് ഓട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. ഇതിൻ്റെ പിന്നിൽ ബ്രാഹ്മണർക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞത്, പുലയർക്ക് ബ്രാഹ്മണരുമായിട്ടുള്ള ബാന്ധവം വളരെ ശക്തവും സുദൃഢവുമാണ്. ഇത് ജനിതക ശാസ്ത്രം പോലും തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ദളിത് ചരിത്രകാരന്മാരൊക്കെ തന്നെ ബൗദ്ധരെ ബ്രാഹ്മണർ ഇവിടുന്ന് ഓടിച്ചു എന്ന് പറയുമ്പോൾ ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യവും ആചാരപരമായിരിക്കുന്ന അനുഷ്ഠാനത്തിലെ സിംബോളിസവും ഒക്കെ തന്നെ കാണിക്കുന്നത് പുലയാദി പിന്നാക്ക വർഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധന്മാരെ സായുധ അക്രമത്തിൽ കൂടിയിട്ട് ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാം. ും